എല്ലാവർക്കും സ്വാഗതം. ഓണം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ 5ാമത്തെ പാർട്ടാണിത്. നിങ്ങളെല്ലാവരും ഓണം സ്പെഷ്യൽ എപ്പിസോഡുകൾ എല്ലാതും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് എൻ്റെ പിറന്നാളാണ്. പിറന്നാളായിട്ട് ഒരു പായസം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഒരു മത്തങ്ങ പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് മത്തങ്ങ പ്രഥമൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാനിന്ന് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ ഓണമായിട്ട് എലിശ്ശേരിയും അതുപോലെ അവിയലും ഒക്കെ വെക്കാനായിട്ട് മത്തങ്ങ എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ മത്തങ്ങ വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് പ്രഥമൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് പ്രഥമൻ തയ്യാറാക്കണതെന്ന് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള മത്തങ്ങ പ്രഥമൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 1 കിലോ മത്തങ്ങ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതല്ലെങ്കിൽ നാളികേരം ചെറുകുന്നത് പോലെ വളരെ ചെറുതായിട്ട് നുറുക്കിയെടുത്താലും മതി. ഇനി നെക്സ്റ്റ് വേണ്ടത് 1 കിലോ ശർക്കര പാനിയാക്കി എടുത്തിട്ടുള്ളതാണ്. 2ാം പാല് വേണം, 1ാം പാല് വേണം. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഒരു പൊടിയാണ്, പഞ്ചസാര, ഏലക്കായ, ചുക്ക്, ജീരകം. ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തതാണ്. നെക്സ്റ്റ് വേണ്ടത് കാഷ്യൂനട്ട്, കിസ്മിസ്, പിന്നെ വേണ്ടത് നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മത്തങ്ങ പ്രഥമൻ തയ്യാറാക്കാനായിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ. നമ്മൾ ഇന്ന് ഉരുളിയിലാണ് പായസം തയ്യാറാക്കാനായിട്ട് പോണത്. ഇത് ഞാൻ ഈ ഓണത്തിന് പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള ഉരുളിയാണ് കേട്ടോ. അപ്പോൾ ഇത് മയക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓണം കഴിഞ്ഞ ശേഷം അപ്ലോഡ് ചെയ്യാം. എല്ലാവരും കണ്ടു നോക്കണം. ഇനി ഈ ഉരുളിയിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മത്തങ്ങ വേവിച്ചെടുക്കണത് ഈ ഉരുളിയിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കുകയാണ്. അതല്ലാതെ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ഇടല്ല ചെയ്യണത്. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തേക്കണത്. അതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ സമയത്ത് കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും കൂടിയും കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് നെയ്യ് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ നെയ്യ് തന്നെ ചേർത്തിട്ട് ഇത് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം മാത്രമേ അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണുള്ളൂ. ഈ മത്തങ്ങയ്ക്ക് അധികം വേവൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കേണ്ട ഒരു ആവശ്യമില്ല. കുറച്ച് നേരം വഴറ്റിയ ശേഷം അതിലേക്ക് മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി വെള്ളവും മത്തങ്ങയും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വെന്ത് വരണം. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മത്തങ്ങയുടെ ഒരു 75% വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് മത്തങ്ങ അങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അമർത്തി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഏകദേശം വേവൊക്കെ ആയിക്കിടും. പിന്നെ ഇതിൽ ഈ മത്തങ്ങ നമ്മൾ കഴുകിയെടുത്ത സമയത്ത് ചെറിയൊരു വെള്ളം ഉണ്ടാവും. വളരെ കുറച്ച് വെള്ളം മാത്രമേ നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഏകദേശം ഒന്നത് വെറ്റി കിട്ടിയാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുവിധം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം. ഞാനിവിടെ 1 കിലോ ശർക്കര ഉരുക്കിയെടുത്തതാണ്, എന്നിട്ട് അരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. 1 കിലോ മത്തങ്ങയും 1 കിലോ ശർക്കരയും 4 നാളികേരമാണ് ഇന്ന് പായസത്തിനായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. മെഷർമെൻറ്റ്സൊക്കെ കറക്റ്റ് അതുപോലെ എടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റിലുള്ള പായസം കിട്ടുള്ളൂ. നിങ്ങൾക്ക് 4 നാളികേരം എന്നുള്ളത് നാളികേരം വേണമെങ്കിൽ ഒരെണ്ണം കൂടി കൂട്ടിയിട്ട് 5 നാളികേരം ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ സ്വാദം ഒന്നും കൂടി കൂടുകയുള്ളൂ. ഇനി ശർക്കരപ്പാവിൽ കിടന്നിട്ട് നമ്മുടെ മത്തങ്ങ ഒന്ന് റെഡി ആയിട്ട് കിട്ടണം. നന്നായിട്ട് കുറുകി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശർക്കരയും മത്തങ്ങയും കൂടിയിട്ട് കുറുകി വറ്റി തുടങ്ങിയിട്ട് ഈ സമയത്ത് നമ്മൾ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഇവിടെ 1 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ നല്ലൊരു കട്ട മധുരമായിട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്കധികം മധുരം ആവശ്യമില്ലെങ്കിൽ ഒരു 3/4 കിലോ ശർക്കര എടുത്താൽ മതി. അതുപോലെ നാളികേരത്തിൻ്റെ അളവ് 4 എന്നുള്ളത് 5 ആയാലും കുഴപ്പമില്ല. അപ്പോഴും ടേസ്റ്റ് കൂടെയുള്ളൂ, കുറയില്ല കേട്ടോ. ഈ 2ാം പാലും ശർക്കരയും മത്തങ്ങയും കൂടിയിട്ട് തിളച്ചിട്ട് കുറുകി വരണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം കുറുകി വന്ന സമയത്ത് പഞ്ചസാരയും ഏലക്കായും ചുക്ക്, ജീരകം ഇതെല്ലാം കൂടിയിട്ട് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം.
അത് നമുക്ക് സ്പൈസസ് എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ അനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു 8 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിച്ചെടുക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് മാത്രമേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റുള്ള പായസം റെഡിയായി കഴിഞ്ഞു. കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് താളിച്ചു കൊടുക്കാം. ഒരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പായസത്തിൽ കുറച്ച് കൂടുതൽ നെയ്യ് ചേർക്കുന്നതാണ് നല്ലത്. നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു കയ്യെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങ പ്രഥമൻ്റെ മുകളിലേക്ക് ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള മത്തങ്ങ പ്രഥമൻ ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ടേസ്റ്റിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അത്രയ്ക്കധികം ടേസ്റ്റുള്ള ഒരു പായസമാണ്. എല്ലാവരും ഈ ഓണത്തിന് തന്നെ ചെയ്ത് നോക്കി നോക്കുക. പിന്നെ ഈ സമയത്തായ കാരണം എല്ലാവരുടെ വീട്ടിലും മത്തങ്ങ ഉണ്ടാവും. പിന്നെ നാളികേരം ഒന്നിനും ഒരു കുറവുള്ള സമയമല്ലല്ലോ ഓണക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഓണക്കാലത്ത് ഇതുപോലൊരു സ്പെഷ്യൽ പായസം നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളൊക്കെ അറിയിക്കുക. നാളെ ഒരു പുതിയ ഓണവിഭവവുമായിട്ട് എത്തുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.